ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ആലു പറാത്തയുടെ റെസിപ്പിയാണ്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മാവ് കുഴക്കുകയോ പരത്തുകയോ ഒന്നും ചെയ്യേണ്ട, വളരെ എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ മൈദയിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി കപ്പളവ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു ഗ്ലാസ്സിനോ പാത്രത്തിനോ ഒക്കെ നിങ്ങൾക്ക് അളന്നെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നമുക്ക് മാവ് കലക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് കുറച്ചിട്ട് ചേർക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല എരിവൊക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ നന്നായിട്ട് ചേർക്കുക കേട്ടോ. മഞ്ഞളൊന്നും ഒരുപാട് കൂടിപ്പോവരുത്. അതുപോലെ തന്നെ ഗരം മസാലയും ഒരുപാടായി പോകരുത്. അപ്പോൾ ആ മസാലയുടെ ഒരു കുത്തായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മാവൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പിന്നെ ബാക്കി വരുന്ന 1/2 കപ്പ് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് അടിച്ചെടുക്കുകയാണെങ്കിലും നല്ല സ്മൂത്തായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയായി കിട്ടും. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലേക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില ആണെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് കേട്ടോ മാവ് വേണ്ടത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങൊന്ന് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ മസാല. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കാം. ഇതിലേക്ക് ഒരു ഉള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളകും നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താം കേട്ടോ. ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ കറിവേപ്പില ഒക്കെ ചേർത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഇതിൽ ഉരുളക്കിഴങ്ങിൽ കൂടുതൽ മസാലയൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒരു പാനിലോ തവയിലോ ഇതുപോലെ കുറച്ച് കോരി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. കനം കുറച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ദോശ പോലെ ഹോള് വരരുത് കേട്ടോ. ഒരു ഭാഗം ഒന്നായി വരുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ചിട്ട് നമുക്കിത് 4 ഭാഗത്തു നിന്നൊന്ന് മടക്കിയെടുക്കണം. ഇനി ഇങ്ങനെ പാനിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം വീണ്ടും തവയിലോ പാനിലോ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എങ്ങനെയെന്ന് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിത് 4 ഭാഗത്തു നിന്നും നല്ല പോലെ ഒന്ന് മടക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവന്നെ കുറച്ച് അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇത് പൊട്ടിപ്പോവില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് പൊട്ടിപ്പോവില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവൊന്ന് തേച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ നെയ്യോ ബട്ടറോ നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ചൊന്ന് ഇട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ഞാനിവിടെ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെയ്യിൽ ചുട്ടെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നെയ്യിൽ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഒരു ഭാഗം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നല്ല പോലെ മൊരിച്ചതിന് ശേഷം പാനിൽ നിന്ന് കോരി മാറ്റാം. പ്രത്യേകിച്ച് നമുക്കിതിൽ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. അത് ഇതുപോലെ തന്നെ കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഷെയർ ആക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.